ധാരാളം ശിഖരത്തോടു കൂടി നിറയെ പൂക്കളുണ്ടാകാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പൂവിടുകയുള്ളൂ, ധാരാളം ശിഖരങ്ങളും ഉണ്ടാകും. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച അഡീനിയമാണ് ഇതൊക്കെ. ഈ ചെടി കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തത് വെച്ചതാണ്. ഇതിന് ശേഷമാണ് ഇതിൽ 2-3 ശിഖരങ്ങൾ കൂടി വന്നത്. പൂക്കുമ്പോൾ ഈ 2-3 കമ്പിൽ കൂടി പൂവുകൾ ഉണ്ടാകും. ദാ ഇവിടെ 2 എണ്ണം പൂത്ത് നിൽപ്പുണ്ട്. ഇതാണ് സാഫ്. എല്ലാ നഴ്സറികളിലും ഓൺലൈൻ ഷോപ്പുകളിലും നമുക്ക് ലഭിക്കും. ഇത് ഒരു പൗഡർ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കുക. ഈ അഡീനിയം പ്ലാന്റ് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ പുരട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ദാ ഇവിടെ ഈ കമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം. മറ്റൊരു ചെടിയും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഈ വലിയ പ്ലാന്റിൽ നിന്നും മുറിച്ചെടുത്ത കമ്പാണിത്. ഇത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടാൻ പാടുള്ളൂ. ദാ ഇതുപോലെ കട്ട് ചെയ്ത പീസിൽ നിന്നും പൊടിച്ചു വന്നതാണ്. ഇതിൻ്റെ കോഡക്സ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. തൈ നട്ടതാണെങ്കിൽ അതിൻ്റെ കോഡക്സ് ദാ ഇതുപോലെ ആയിരിക്കും. അഡീനിയം ചെടിയുടെ കോഡക്സ് എപ്പോഴും മുകളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ചുവട്ടിലായി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് അത് ഇതിന് ചേർത്ത് കൊടുക്കുക. ജൈവവളമാണ് ചെടികൾക്ക് എപ്പോഴും നല്ലത്. എന്നാൽ രാസവളം ഉപയോഗിക്കുന്നവർ മാസത്തിലൊരിക്കൽ ഉപയോഗിച്ചാൽ മതിയാകും. ഞാൻ രാസവളം അധികം ഉപയോഗിക്കാറില്ല, ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നല്ലതാണ് ചെടികൾക്ക്. ഇത് വിത്ത് പാകി നട്ട തൈയാണ്. ഈ സൈസിലുള്ള ചെടി നടുമ്പോൾ മണലിൽ മാത്രമേ നടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. വലിയ പ്ലാന്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വളർന്നതിന് ശേഷം മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് നടുന്നതാണ് നല്ലത്. അഡീനിയം പ്ലാന്റിൻ്റെ കോഡക്സ് വെള്ളം ശേഖരിച്ച് വയ്ക്കുവാനുള്ള കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അഡീനിയം ചെടികൾക്ക് ആവശ്യമില്ലാത്തത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറിൽ ഈർപ്പം നിലനിർത്തുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഈ ചെടിക്ക് ഇട്ട് കൊടുക്കരുത്. ഈ ചെടിയിൽ ഉണ്ടായ സീഡ്സാണ് ഇത്. നമ്മൾ ഒരു റബ്ബർ ബാൻഡിട്ടോ അല്ലെങ്കിൽ തുണിയോ കയറോ എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടി നിർത്തുക. അല്ലെങ്കിൽ ഇത് പൊട്ടി കാറ്റിൽ കൂടി പറന്നു പോകും. ഈ ചാനൽ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. നിങ്ങളുടെ കയ്യിൽ എത്ര കളർ അഡീനിയം ഉണ്ടെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിനു മുന്നേ ഞാൻ അഡീനിയത്തിനെ കുറിച്ചുള്ള 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് അഡീനിയത്തിൻ്റെ കാര്യം എല്ലാം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.